അതുവരെ വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. അടുത്ത ആഴ്ച എങ്ങാണ്ട് പെണ്ണ് കാണാൻ വരുമെന്നാ പറയണേ. അത് മാമന്റെ ഏതോ കൂട്ടുകാരൻ്റെ ആരുടെ മോനാ. എൻ്റെ പൊന്നഞ്ചു, എനിക്കാണെങ്കിൽ ഒരു ജോലിയില്ല. പിന്നെ അപ്പുറത്തെ ഇപ്പുറത്തെ വീട്ടിൽ കിടന്ന് പ്രേമിച്ചെന്ന് പറഞ്ഞാൽ തന്നെ പ്രശ്നം. നീയാണെങ്കിൽ നിന്റെ അമ്മയോട്ട് എത്ര പറഞ്ഞാൽ ഇറങ്ങി വരൂല്ല. കിരൺ ടീനയുടെ വീട്ടിൽ പോയി സംസാരിച്ചിട്ട് അവർ സമ്മതിച്ചല്ലോ. എടി, ടീനയുടെ വീട്ടുകാർക്ക് വിവരവും വിദ്യാഭ്യാസവും ഒക്കെ ഉണ്ട്. നിന്റെ വീട്ടുകാർക്കോ? എന്ത് പറഞ്ഞാലും എൻ്റെ വീട്ടുകാർ കുറ്റം പറഞ്ഞാൽ മതി. അഞ്ജന എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. നിന്നോട് സംസാരിക്കാൻ പറഞ്ഞു വെച്ചു. നിന്ന് ആലോചിച്ച് തീരുമാനം എടുക്കുക. എങ്ങാനും പാളി കഴിഞ്ഞാൽ പാളി അവളെയും കൊണ്ട് ഞാനിങ്ങ് പോരും. അതല്ലടാ, അയാളെൻ്റെ കാലൊന്ന് പിടിക്കണം. റെജിയുടെ മധുര പ്രതികാരം. നിനക്കെന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ എൻ്റെ പേര് ജയൻ എന്നാണ്. ഇനി ഇതിൻ്റെ പുറകെ എങ്ങനെ വന്നാൽ നിന്റെ കുടുംബം ഞാൻ ഇല്ലാണ്ടാക്കും. ആള് പറയാൻ അച്ഛനത്തല്ലേ മനസ്സിൽ നോവില്ല. അല്ലാതെ അയാളെ പേടിച്ചിട്ടൊന്നുമല്ലല്ലോ അല്ലേ? ലൈറ്റായിട്ട്. ആ, എന്നാൽ ഞാൻ എൻ്റെ പ്ലാൻ പറയാം. പാചകം പച്ചടി സുര, ഫോട്ടോ മജീദ്, ശാന്തിക്കാരൻ സതീഷൻ തെക്കുംപുറം, ഇവരെല്ലാവരും ഇവിടെ എത്തിക്കണം. പിന്നെ നീ പറഞ്ഞതനുസരിച്ച് ഈ ജയന് വൃത്തിപരിപാടി കൂടുതലുള്ള ടീമല്ലേ, അതായത് OCD. നമുക്കത് വെച്ചൊരു കളി കളിക്കാം. നീ ആ ഗ്ലാസ് ഒന്ന് കുപ്പിയുടെ മേളിൽ വെച്ച് വെക്ക്. നന്നായിട്ട് ശ്രദ്ധിച്ചു വെക്കണം. കല്യാണ വീടാണ്, താഴെ പോകരുത്. ഓക്കെ, അതവിടെ ഇരിക്കട്ടെ. കല്യാണ ചെറുക്കൻ്റെ കാമുകിയായിട്ടൊരു പെണ്ണ് വരും. എൻ്റെ ഫ്രണ്ടാണ്, ഫ്രം ബാംഗ്ലൂർ. ഇവിടെ നമ്മളൊന്ന് ഡീൽ ചെയ്ത് മതി. അപ്പോഴേക്കും ചെറുക്കനോടായിട്ടുള്ള വന്ന നാട്ടുകാർ മുഴുവൻ അറിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അഞ്ചുവിൻ്റെ കാര്യം, അവൾ മണ്ഡപത്തിൽ കയറുമ്പോൾ നീ അവൾക്കൊരു കോൺഫിഡൻസ് കൊടുത്തു മതി. ബാക്കി കാര്യം ഞാൻ ഏറ്റു. ജയൻ, സഹദേവൻ, ശൈലപ്പൻ കാണുന്ന ആൾക്കാർക്കൊക്കെ നല്ല പണി കൊടുത്തിട്ടുണ്ട്. ബാക്കി ഓക്കെയാണ്. ഇനി നീ ഈ ഗ്ലാസ് ഒന്നെടുത്ത് കുപ്പിയുടെ വെള്ളച്ച് സമനില തെറ്റി അവർക്ക് കാര്യങ്ങൾ ഡീൽ ചെയ്യാൻ പറ്റാതാകുമ്പോൾ കല്യാണം ഇതുപോലെ. ഞാൻ കാണണമെന്നല്ലേ പറഞ്ഞുള്ളൂ. എൻ്റെ പൊന്നഞ്ചു, എല്ലാ കാര്യങ്ങളും സെറ്റാണ്. നീ ഇങ്ങനെ കാണണം പറഞ്ഞ വാശി പിടിക്കില്ലേ? ചെറുക്കൻ ചെറിയ വയറിളക്കിയത് പണികളുണ്ടാ. ചേച്ചി, ഞാനിപ്പോൾ അവൻ്റെ വീട്ടിലേക്കൊന്ന് വിളിച്ചു നോക്കി. അവളെ കല്യാണത്തിന് സമ്മതിച്ചോണ്ട് അവൻ ഇനിയുള്ള വേണ്ടെന്നാ പറയുന്നത്. ചേച്ചി, നമ്മൾ റീച്ചേട്ടും നല്ല പയ്യനല്ലേ? അവളും പറഞ്ഞു കേട്ടിട്ടുണ്ട് നല്ല കൂട്ടാന്നൊക്കെ. ചിലപ്പോൾ പുള്ളിക്ക് അവളെ മനസ്സിലാവും. അഥവാ അവൾ എന്തെങ്കിലും എതിർപ്പ് കാണിച്ചാലും നമുക്ക് പറഞ്ഞങ്ങ് സമ്മതിപ്പിക്കാം. ഈ കല്യാണം നടക്കാൻ എന്തെങ്കിലും ഒരു പോംവഴി കാണണം. അതുകൊണ്ട് ചേട്ടൻ റെജിനോടൊന്ന് സംസാരിക്കാം. നിനക്ക് അഞ്ജുവിനെ കല്യാണം കഴിക്കാൻ പറ്റുമോ? ഞങ്ങളൊരു സഹായം പോലെ നിന്നോട് ചോദിക്കും. നിങ്ങൾ കൊള്ളാല ചേട്ടാ. എങ്കിൽ പിന്നെ എന്നോട് രജിച്ചേട്ടാണെന്നൊക്കെ പറഞ്ഞാൽ പോരായിരുന്നു. എൻ്റെ തലയിലൊന്നാലും കുഴപ്പമില്ല. പക്ഷെ ഞാനും പാളിയാ. പിന്നെ എല്ലാ കാര്യത്തിനും റെസ്പോൺസ് വേണമല്ലോ. നിന്റെ വീട് എവിടെ? ശരി, എൻ്റെ വീട് തൃശ്ശൂര്. കുറെ നാളായിട്ട് അമ്മ വീട്ടിൽ കൂടി നിർത്തിയേക്കാം നന്നാൻ വേണ്ടിട്ട്. നന്നാ ചേട്ടായി, എനിക്കൊരു കാര്യം കൂടി അറിയണമെന്നുണ്ട്. ശരി ശൈലപ്പൻ ചേട്ടാ. अच्छा बेटे फिर मिलेंगे. हम चलते चलते ഓട്ടെ കാണാം. പോയിട്ട് വാ. കാണട്ടെ. ഒന്നാം തീയതി ഞാൻ വിളിക്കും. ഓട്ടെ റെജി. ഹാപ്പി മാരീഡ് ലൈഫ്. എന്തായാലും കാര്യങ്ങളൊക്കെ നടന്നില്ലേ? അതെ അതെ, ലോകത്തെ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് അനുഭവിച്ചോണ്ടിരുന്നു. ഒരു കല്യാണം നടന്നതിന്റെ ബുദ്ധിമുട്ടല്ലേ? ഏയ് അതൊന്നുമല്ല, അതിനേക്കാളും വലിയൊരു മുട്ടുണ്ട്. എന്നാ ശരി, ഞങ്ങളെന്നാ ഇറങ്ങുവാ. ടീന, ഞങ്ങളുടെ കല്യാണമാണ്. എല്ലാവരും കൂട്ടി വരണം. ശരി, ചെല്ലട്ടെ.
അഞ്ജലി എന്നോട് അവസാനം ഒരു ചോദ്യം ചോദിച്ചു. ആ കല്യാണം മുടങ്ങാനുള്ള യഥാർത്ഥ കാരണക്കാരൻ ആരാണ്? പൗലോ കൊയ്ലോ പറഞ്ഞിട്ടുണ്ടല്ലോ, നമ്മളൊരു കാര്യത്തിന് വേണ്ടി ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചാൽ ഈ ലോകം മുഴുവൻ നമ്മുടെ കൂടെ നിൽക്കുന്നു. അവർ പോലും അറിയാതെ ഞങ്ങളുടെ ആഗ്രഹത്തിന് കൂടെ നിന്ന് രണ്ടുപേരും അവിടെ ഉണ്ടായിരുന്നു. നമ്മൾ എങ്ങനെയൊക്കെ പ്ലാൻ ചെയ്താൽ നമുക്കപ്പുറത്തേക്ക് ഈശ്വരനൊരു പ്ലാനുണ്ടാവും. നമുക്ക് ഈ കല്യാണ ചക്കനിട്ട് ഒരു പണി കൊടുക്കണം. എന്തോ സാറേ നമ്മുടെ മറ്റേ പണി. ഞാൻ സ്റ്റേജിൽ കയറിക്കട്ടെ, പക്ഷെ ഞെട്ടിക്കണം. ശരി, ഞാൻ